ഹലോ, നമസ്കാരം. PSC ഓൺലൈൻ ക്രാക്കറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേ സോണുകളും അവയുടെ ആസ്ഥാനങ്ങളുമാണ്. ഇന്ത്യൻ റെയിൽവേ ഭരണ സൗകര്യത്തിനായിട്ടാണ് വിവിധ സോണുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെയിൽവേ സോണുകളും അവയുടെ ആസ്ഥാനങ്ങളും നോക്കാം. ആദ്യമായി വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. ആസ്ഥാനം വരുന്നത് ജബൽപൂരിലാണ്. മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് വെസ്റ്റേൺ റെയിൽവേ. ആസ്ഥാനം വരുന്നത് മുംബൈ. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ. ആസ്ഥാനം വരുന്നത് ഹൂബ്ലി. കർണാടകയിലെ ഹൂബ്ലിയിലാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ. ആസ്ഥാനം വരുന്നത് കൊൽക്കത്ത. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് സെൻട്രൽ റെയിൽവേ. ആസ്ഥാനം വരുന്നത് മുംബൈ. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് ഈസ്റ്റേൺ റെയിൽവേ. ആസ്ഥാനം കൊൽക്കത്ത. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ. ആസ്ഥാനം വരുന്നത് ഹാജിപ്പൂർ. ബീഹാറിലെ ഹാജിപ്പൂരിലാണ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ. ആസ്ഥാനം വരുന്നത് ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് നോർത്തേൺ റെയിൽവേ. ആസ്ഥാനം വരുന്നത് ഡൽഹി. ഡൽഹിയിലാണ് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് നോർത്ത് സെൻട്രൽ റെയിൽവേ. ആസ്ഥാനം വരുന്നത് അലഹബാദ്. ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. അലഹബാദ് ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രയാഗ്രാജ് എന്നാണ്, അത് ശ്രദ്ധിക്കണം. അടുത്തത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ. ആസ്ഥാനം വരുന്നത് ഗോരഖ്പൂർ. അതും ഉത്തർപ്രദേശിലെ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഏതാണ്? ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ. ആസ്ഥാനം ജയ്പൂരിലാണ്. എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ. ആസ്ഥാനം വരുന്നത് ഗുവാഹട്ടി. ആസാമിലെ ഗുവാഹട്ടിയിലാണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് സദേൺ റെയിൽവേ. ആസ്ഥാനം വരുന്നത് ചെന്നൈ. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് സദേൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് സൗത്ത് സെൻട്രൽ റെയിൽവേ. ആസ്ഥാനം സെക്കന്ദരാബാദ്. ഉത്തർപ്രദേശിലെ സെക്കന്ദരാബാദിലാണ് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ. ആസ്ഥാനം ബിലാസ്പൂർ. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. ഇവയിൽ കേരളം നിലവിൽ ഉൾപ്പെടുന്നത് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള സദേൺ റെയിൽവേയുടെ കീഴിലാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞ റെയിൽവേ സോണുകളും ആസ്ഥാനങ്ങളും ഒന്നുകൂടെ നോക്കാം. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ജബൽപൂർ. വെസ്റ്റേൺ റെയിൽവേ മുംബൈ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹൂബ്ലി. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത. സെൻട്രൽ റെയിൽവേ മുംബൈ. ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഹാജിപ്പൂർ. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഭുവനേശ്വർ. നോർത്തേൺ റെയിൽവേ ഡൽഹി. നോർത്ത് സെൻട്രൽ റെയിൽവേ അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഗോരഖ്പൂർ. നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ജയ്പൂർ. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ ഗുവാഹട്ടി. സദേൺ റെയിൽവേ ചെന്നൈ. സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ബിലാസ്പൂർ. ഇവ കൂടാതെ 3 റെയിൽവേ സോണുകളും കൂടിയുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. മെട്രോ റെയിൽവേ. ആസ്ഥാനം കൊൽക്കത്ത. എവിടെയാണ്? കൊൽക്കത്തയാണ് മെട്രോ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് കൊങ്കൺ റെയിൽവേ. ആസ്ഥാനം നവി മുംബൈ.
എവിടെയാണ്? നവി മുംബൈയാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്തത് സൗത്ത് കോസ്റ്റ് റെയിൽവേ, ആസ്ഥാനം വിശാഖപട്ടണം. ആന്ധ്രയിലെ വിശാഖപട്ടണമാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. ഒന്നുകൂടെ പറയാം. മെട്രോ റെയിൽവേ ആസ്ഥാനം വരുന്നത് കൊൽക്കത്ത, കൊങ്കൺ റെയിൽവേ ആസ്ഥാനം നവി മുംബൈ, സൗത്ത് കോസ്റ്റ് റെയിൽവേ ആസ്ഥാനം വിശാഖപട്ടണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ സോണുകളും ആസ്ഥാനങ്ങളും പഠിക്കുമ്പോൾ അവയെല്ലാം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വരുന്നത് എന്നുകൂടി പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.